ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മെരുക്കാൻ അങ്ങനെ തന്നെ പറയേണ്ടി വരും. ട്രംപിന്റെ വിശ്വസ്തനാണ് ഇപ്പോൾ ഇന്ത്യയിൽ അധികാരമേറ്റെടുത്തിരിക്കുന്നത്. അമേരിക്കൻ അംബാസിഡറായി ഇന്ത്യയും യുഎസും തമ്മിലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള ബന്ധത്തിന് ഒരു പുതിയ അധ്യായം ചേർത്തുകൊണ്ട് പുതുതായി നിയമിതനായ ഇന്ത്യയിലെ യുഎസ് അംബാസിഡർ സെർജിയോ ഗോർ ഇരു രാജ്യങ്ങളുടെയും നേതാക്കളും തമ്മിലുള്ള സൗഹൃദത്തെയും പങ്കാളിത്തത്തെയും കുറിച്ച് ഒരു വലിയ പ്രസ്താവന ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ വാർത്ത ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ്. അതായത് ഇപ്പോൾ വരുന്നത് സെർജിയോ ഗോർ ട്രംപിന്റെ വിശ്വസ്തനാണ്. ഏത് വിധേനയും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ ഇയാളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മം എന്ന് പറയുന്നത്. ട്രംപ് അതാണ് ഏൽപ്പിച്ച് ഇയാളെ ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത്. ഇപ്പോൾ വന്ന ഉടനെ തന്നെ ഇയാൾ പണി തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. അധികാരമേറ്റ ശേഷം യുഎസ് പ്രസിഡന്റ് ട്രംപും പ്രധാനമന്ത്രി മോദിയും തമ്മിലുള്ള ബന്ധം വളരെ അടുത്തതാണെന്ന് സെർജിയോ ഗോർ വിശേഷിപ്പിക്കുകയും ട്രംപും പ്രധാനമന്ത്രി മോദിയും തമ്മിലുള്ള സൗഹൃദം വെറും ഒരു പ്രകടനമല്ല, മറിച്ച് വളരെ യാഥാർത്ഥ്യമാണെന്ന് പറയുകയും ചെയ്തു. പ്രധാനമന്ത്രി മോദിയെ ട്രംപിന്റെ പ്രിയ സുഹൃത്ത് എന്ന് അഭിസംബോധന ചെയ്ത അദ്ദേഹം രണ്ട് ആഗോള നേതാക്കൾക്കിടയിൽ പരസ്പര വിശ്വാസത്തിന്റെയും ബഹുമാനത്തിന്റെയും അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് എന്ന് ഊന്നി പറയുകയും ചെയ്തിരിക്കുകയാണ്. അടുത്ത മാസം ഇന്ത്യ പാക് സിലിക്കയിൽ പൂർണ്ണ അംഗമാകാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇതോടൊപ്പം സെർജിയോ ഗോർ ഒരു പ്രധാനമായിട്ടുള്ള പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. യുഎസ് നേതൃത്വത്തിലുള്ള പുതിയ ആഗോള സംരംഭമായിട്ടുള്ള പാക് സിലിക്കയിൽ പൂർണ്ണ അംഗമായി ചേരാൻ ഇന്ത്യ അടുത്ത മാസം ഔദ്യോഗികമായി ക്ഷണിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സെമി കണ്ടക്ടറുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI, അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ്, ലോജിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിൽ സുരക്ഷിതവും നൂതനവുമായിട്ടുള്ള വിതരണ ശൃംഖലകൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ മാസം യുഎസ് ആരംഭിച്ച ഒരു അത്യാധുനിക തന്ത്രപ്രധാനമായിട്ടുള്ള സംരംഭമാണ് പാക് സിലിക്ക. ജപ്പാൻ, ദക്ഷിണ കൊറിയ, UK, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇന്ത്യയും ഈ ഗ്രൂപ്പിൽ ചേരാൻ പോകുന്നു. ഇത് സാങ്കേതിക വിദ്യയിലും വിതരണ ശൃംഖലയിലും ഇന്ത്യയുടെ വലിയ വിജയവും തന്ത്രപ്രധാനവുമായിട്ടുള്ള വിജയവുമായി കണക്കാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ വ്യാപാര കരാറിനെ കുറിച്ചുള്ള ഒരു പ്രസ്താവനയും ഉണ്ടായിട്ടുണ്ട്. പോരാത്തതിന് ഇപ്പോൾ ട്രംപ് അമേരിക്കയിലേക്ക് വരുമോ എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായും സെർജിയോ ഗോറിന് നേരെ ഉയർന്നിരിക്കുന്നത്. അതിന് സെർജിയോ ഗോർ കൃത്യമായിട്ടുള്ള പ്രതികരണം നൽകിയില്ല. കഴിഞ്ഞ ഓഗസ്റ്റിൽ ട്രംപ് 38-കാരനായിട്ടുള്ള സെർജിയോ ഗോറിനെ ഇന്ത്യയിലെ അംബാസിഡറായി നിയമിച്ചതിന് പിന്നിൽ ഉള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ വ്യാപാര കരാറാണെന്ന് പറയപ്പെടുന്നു. എന്തായാലും ഇന്ത്യയും യുഎസും തമ്മിലുള്ള ഒരു ബന്ധം ഊഷ്മളമാക്കുന്നതിന്റെ എല്ലാവിധ പണികളും ഗോർ തുടങ്ങിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് മലയാളം.